ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഒരു അറ്റത്ത് നമ്മുടെ കേരളം കാണാം. ഇന്ന് നമ്മൾ കേരളത്തിന്റെ മാപ്പിനുള്ളിൽ ഓരോ ജില്ലകളുടെയും പേരുകൾ എഴുതി ചേർക്കാൻ പോവുകയാണ്. ഇതിലെന്താണ് ഇത്ര പുതുമ എന്നാവും. ഓരോ ജില്ലകളുടെയും പേരുകൾ നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ജില്ലകളുടെയും മാപ്പിന്റെ ആകൃതിയിലാണ്. നിലവിൽ നമുക്ക് കിട്ടുന്ന മാപ്പിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താതെ ഓരോ ജില്ലകളുടെയും ഉള്ളിലാണ് പേരുകൾ രൂപപ്പെടുത്തുന്നത്. അത്തരത്തിൽ 14 ജില്ലകളും നമുക്ക് നിർമ്മിക്കാം. ഫോട്ടോഷോപ്പിലാണ് ഇതിന്റെ ആദ്യം ഒരു സ്കെച്ച് വരച്ചെടുക്കുന്നത്. പിന്നീട് അതിനെ നമ്മളൊരു കളറിലേക്ക് മാറ്റുകയാണ്. ഈ കാണുന്ന വലുപ്പത്തിൽ മൾട്ടിവുഡിലേക്ക് CNC കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓരോ ജില്ലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അത് ആ സ്ലാങ്ങിൽ തന്നെ പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ടാവും. ഇന്ന് ഓരോ ജില്ലകളുടെയും സ്ലാങ്ങിൽ മാ കുടുംബത്തിലെ 14 ജില്ലകളിലെയും എൻ്റെ മിമിക്രി സുഹൃത്തുക്കളാണ് നിങ്ങളൊപ്പം കൂടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാസർഗോഡ് നിന്ന് അങ്ങോട്ട് തുടങ്ങാം. സപ്തഭാഷ സംഗമ ഭൂമിയല്ലേ നമ്മളെ കാസർഗോഡ്. ആ ബേക്കൽ കോട്ടേന്റെ വീട് കാണാൻ തന്നെ എന്തൊരു പാങ്ങുണ്ടപ്പാ. നമ്മൾ കണ്ണുകാരാന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടേ. നമ്മൾ ഭയങ്കര പാവങ്ങളാ, അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാ. മൊഞ്ചുള്ള അലുവിൻ ബിരിയാണി കിട്ടണ ഞമ്മളെ കോഴിക്കോട്. വേഗം വന്നോളി, കേറിക്കോളി. മാനാഞ്ചിറ മുട്ടായിത്തെരുവ് പോയി കോഴിക്കോട്. നാങ്കനാടു വയനാടു ഹിപ്പിമല മക്കനാങ്ക വയനാടു കരിന്തണ്ടിനെ വൈകാറ്റിയ നാടു വയനാടു ഏലവും കുരുമുളകും തേയിലയും ഒക്കെ ഇങ്കോളെ നമ്മ നാടു വയനാടു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്വന്തം മലപ്പുറം എന്ന് പറയുന്നത് എത്ര വിചാരിച്ചാൽ മലപ്പുറം ഒന്നൊന്നര മലപ്പുറമാണ്. നമ്മുടെ തിരുവൂര് തുഞ്ചമ്പറമ്പ് മലയാള ഭാഷയുടെ പിതാവിന് ജന്മനാടല്ലേന്ന് മലപ്പുറം നടക്കുക അഭിമാനമായിട്ട് ഒന്നൊന്നര മലപ്പുറമാണ്. കേട്ടോ, പാലക്കാട് പറഞ്ഞാലേ നെല്ലിന്റെ കലവറിയാണ്. ഓ നമുക്ക് നാട്ടിക്ക് വരുന്ന നമ്മാറ് വല്ലെങ്കിൽ പൂരം കണ്ട് പോവാന്ന്. നമ്മുടെ തൃശ്ശൂരല്ലേ സാഹിത്യം, സംസ്കാരം, കല മുട്ടണ്ടാട്ടാ ഗഡികളെ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ് തൃശ്ശൂർ. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം എന്തൊട്ടാ മുതല്. ഇവിടെ എറണാകുളം ജില്ലക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാടാ, നമ്മ ഒരു സംസ്ഥാനത്തിന്റെ രണ്ടിന്റെ നടുക്കാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കിന്റെ വെന്നീസാണ് ആലപ്പുഴ. കുട്ടനാടും വള്ളംകളി, നല്ല നാടൻ കരിമീനും കൊഞ്ചും കക്കയും. ആഹാ, ആലപ്പുഴ അടിപൊളിയാണ്. പൊന്നടാവേ, ഞങ്ങളുടെ ഇടുക്കി എന്ന് പറഞ്ഞാണല്ലോ വെട്ടിക്കണ്ട് സ്ഥല. ഇഷ്ടംപോലെ ഡാമുകളും മലനിരയിട്ടുള്ളവരും സ്ഥലം സ്ഥല കിടക്കും. നീ എവിടെയാ? നീ എന്നാണ് കോട്ടയം അടിപൊളിയല്ലേ. കോട്ടയം എന്ന് പറഞ്ഞാ എന്നാന്ന് വെച്ചാ അക്ഷരനഗരിയാ. കേട്ടാടാ, ഞങ്ങൾ പത്തനംതിട്ടക്കാരെ ആപത്തി സഹായിക്കുന്നവരാ. എടേ, എന്തുവാടേ ആളിയാ നീ ഈ പറയുന്നേ? അണ്ണാ കൊല്ലം വെച്ചാലുണ്ടല്ലേ, കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നാ. തല എത്ര ജില്ലകളുണ്ടെങ്കിൽ എന്ത്, തലയെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലേ. എല്ലാ ജില്ലകളും ഒത്തൊരുമയോടെ കൂടിച്ചേർന്ന് കിടക്കുമ്പോൾ നമ്മുടെ കേരളം കാണാൻ എത്ര മനോഹരമാണല്ലേ. ഇംഗ്ലീഷിലും നമ്മുടെ ജില്ലകളുടെ പേരുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കേരള ഡിസ്ട്രിക്ട് മാപ്പിലുള്ള കളറുകളാണ് 8 അടി ഉയരമുള്ള ഈ മാപ്പിന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ചെറിയ 3 അടി വലുപ്പമുള്ള SSL കട്ട് ചെയ്തിട്ടുള്ള മാപ്പിന് കളർ സിൽവർ മാറ്റാണ്. അതിൽ തൃശ്ശൂർ മാത്രം ഞാൻ ഗോൾഡ് ആക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജില്ല തൃശ്ശൂരാണ്. നമ്മൾ ഓഫീസുകളിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ജില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എല്ലാ ജില്ലകൾക്കും ഇതുപോലെ തിളക്കമുണ്ട്. ഈ തിളക്കമാർന്ന ജില്ലകളെല്ലാം കൂടിച്ചേരുന്നതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം.